നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാൻ ടി.വി.കെ അധ്യക്ഷൻ വിജയ് 28-ാം തീയതി ചെന്നൈയിലെ 5 മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. 3000 പേർ മാത്രമേ ഒരു സ്ഥലത്ത് പങ്കെടുക്കാവൂ എന്നാണ് പോലീസിന്റെ കർശന നിർദ്ദേശം. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, ഇനിയിപ്പോൾ മറ്റന്നാൾ മുതൽ മണ്ഡലത്തിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നു അദ്ദേഹം. മുൻകാലങ്ങളിലെ ഓരോ അനുഭവങ്ങൾ കൊണ്ടുകൂടിയാകാം തിരക്ക് നിയന്ത്രിക്കണമെന്നുള്ള കർശന നിർദ്ദേശം വരുന്നത്. പറയൂ, കൂടുതൽ നിയന്ത്രണങ്ങൾ എന്തെല്ലാമാണുള്ളത്, വിവരങ്ങൾ എന്തെല്ലാം? സ്മിത, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എന്തായാലും ഇറങ്ങുന്നു വിജയ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായിട്ടില്ല, മുന്നണി സംവിധാനത്തിലേക്ക് എത്തുന്നു എന്ന കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. 110 സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട്, അവരുടെ പ്രഖ്യാപനം വന്നിട്ടില്ല. നാളെ അവരുടെ യോഗം നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് സജീവമായി തന്നെ പ്രചാരണത്തിന് ഇറങ്ങാനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. കർശന സുരക്ഷാ നിർദ്ദേശങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പെരമ്പൂരിലാണ് ആദ്യ പരിപാടി. രാവിലെ 10 മണിക്ക് പെരമ്പൂരിലെ MKB നഗറിലാണ് ആദ്യ പരിപാടി. അത് പെരമ്പൂർ എന്ന് പറയുമ്പോൾ വിജയ് മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പെരമ്പൂർ എന്ന് പറയുന്നത്. മാത്രമല്ല, വിജയ് അവിടെ മത്സരിക്കണം എന്നുള്ളത് പെരമ്പൂരിലെ കമ്മിറ്റി പ്രമേയമായി പാസ്സാക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. എന്തായാലും പെരമ്പൂരിലാണ് ആദ്യ പരിപാടി. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മണ്ഡലമായിട്ടുള്ള കൊളത്തൂരിലാണ് രണ്ടാം പരിപാടി. അത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. പിന്നീട് 2 മണിക്ക് വില്ലിവാക്കം, 3 മണിക്ക് അണ്ണാനഗർ, 4 മണിക്ക് വിരുകമ്പാക്കം. അങ്ങനെയാണ് ഒരു ഷെഡ്യൂൾ വെച്ചിരിക്കുന്നത്. നേരത്തെ 12 ഇടങ്ങളിൽ ഒരു ദിവസം പ്രചാരണത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പോലീസിനെ സമീപിച്ചത്. പക്ഷേ പോലീസ് എന്തായാലും അതിന് അനുമതി നൽകിയില്ല. 5 മണ്ഡലങ്ങളിൽ മാത്രമാണ് അനുമതി. മാത്രമല്ല, അത് 3000 പേർ മാത്രമേ പങ്കെടുക്കാവൂ എന്ന കർശന നിർദ്ദേശം ടി.വി.കെ നൽകിയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം മാത്രം, 10 മിനിറ്റ് മാത്രമാണ് വിജയ്ക്ക് സംസാരിക്കാനും അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കർശന സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തായാലും പോലീസ് നൽകിയിട്ടുണ്ട്. തൃച്ചിയിൽ ഉൾപ്പെടെ പറഞ്ഞ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ തൃച്ചിയിലായിരുന്നു വിജയുടെ പബ്ലിക് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അവിടെയും ഈ പറഞ്ഞ രീതിയിൽ ആരാധകരും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരും ഒക്കെ എത്തുകയും അപകടത്തിൽപ്പെടുകയും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ചെന്നൈയിലേക്ക് വരുമ്പോൾ ചെന്നൈയിൽ കൂടുതൽ ആളുകൾ എത്താനുള്ള ഒരു സാധ്യത കൂടി പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 3000 എന്നൊരു നമ്പറിലേക്ക് അത് നിജപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും കർശന സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അതിനൊപ്പം തന്നെയാണ് വിജയ് പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.